ആദിവാസികളുടെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനെതിരെ മധ്യപ്രദേശിൽ നടക്കുന്ന ആദിവാസി സമരത്തിനും ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനും നാളിന്നുവരെ ലോകത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ അവകാശ പോരാട്ടങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മയൂർ വിഹാർ ഫേസ് 3 ബ്രാഞ്ചിന്റെ അടിയോൾ പട. അവകാശങ്ങൾ നേടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യും. ഇല്ല ഇല്ല മഴക്കമില്ല. ഞങ്ങളുടെ മണ്ണാത്താറെ ഞങ്ങളെങ്ങും പോകില്ല. മരിക്കാനാണെങ്കിൽ ഇവിടെ കഴിഞ്ഞത്തോളാം. ഈ നിങ്ങൾ തമ്മിട്ടടക്കം ഈ മണ്ണിന്റെ അതിലെല്ലാം പുറത്താക്കി ഞങ്ങളെ കോളനികൾ തെറ്റിയിട്ട് നിങ്ങൾ തന്നെയല്ലേ. ഇനി നടക്കൂല സാറേ. ഞങ്ങൾക്ക് അവകാശപ്പെടുന്നത് പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ഗുലാബ് സിന്ദാബാദ്, 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 ഈ ഗുലാബ് നിന്റെ കോളനികളിലേക്ക് തിരികെ പോയിക്കോണം. അല്ലെങ്കിൽ അടുത്ത വെടിയേണ്ട തുളച്ചു കയറുന്ന നിന്റെ തലച്ചോറിനുള്ളിലേക്കായിരിക്കും. ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ആണോ നമ്മുടെ ജീവനൊന്നും ഇവിടെ ഒരു വിലയില്ല. അല്ലേലും അജിബുകളുടെ ജീവിതമൊക്കെ ശിവന്മാരുടെ തീണ്ടാമാളങ്ങളല്ലേ. എത്ര കാലമായി നമ്മൾ സമരം ചെയ്യുന്നു. അവസാനം പോയി നമ്മൾ ഒറ്റയ്ക്കുമായി നിർത്താം. നമുക്കെല്ലാം മതിയാക്കാം. അതെ, നമ്മുടെ സമരം കാണാനും കേൾക്കാനൊന്നും ഇവിടെ ആരില്ല. ഇനി ഇത് തുടർന്നാൽ നമ്മളെല്ലാവരും മരിക്കും. എത്ര കാലായി വെച്ചിട്ടെങ്കിലും ഇല്ല, ഒരിക്കലുമില്ല. ജീവനെ കൊന്ന നമ്മൾ പേടിച്ച് സമയം നിർത്തുമെന്നാണ് ഇവന്മാരെ. ഈ പോരാട്ടത്തിന് ജീവൻ നൽകിയ രക്തസാക്ഷിയാണ് എന്റെ ഭർത്താവ്. ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചാൽ ഇവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുന്നത്.
നമ്മളെല്ലാവരും കൊല്ലപ്പെടും. എന്നെ പോലുള്ള വയസ്സന്മാര് എന്തായാലും ചാകാനുള്ളതാ. പക്ഷേ ഞങ്ങളെ പോലെയല്ല നിങ്ങൾക്കൊക്കെ ഇനിയൊരു ജീവിതമുണ്ട്. അടിമകളുടെ ജീവിതമെങ്കില് അടിമകളായി തന്നെ തീരാനാണ് വിധിയെന്ന് കരുതുക. ഈ നാടിന്റെ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്തൊരു കഥയില്ലേ രാവുണ്ണേട്ടാ? ജാതിവെറിയും തൊട്ടു തീണ്ടായ്മയും മാത്രമായിരുന്നില്ലല്ലോ നമ്മുടെ പൂർവികർ അനുഭവിച്ച അനീതികൾ. കുഞ്ഞിന്റെ ചരിത്ര പുസ്തകത്തിൽ ഇല്ലേലും നമുക്കൊക്കെ അറിയാവുന്ന സത്യമല്ലേ അത്? ജനിക്കാൻ പോലും അർഹതയില്ലാത്തവരായി നമ്മുടെ പിന്മുറക്കാർ. ചന്തയിൽ ഇറച്ചി വിൽക്കുന്ന പോലെ ചങ്ങലക്കിട്ട് കെട്ടിത്തൂക്കി വിറ്റിരുന്ന കാലമുണ്ടായിരുന്നു അവർക്ക്, അല്ലേ? പക്ഷേ അടിയാള പ്രേതങ്ങളായി കഴിഞ്ഞിരുന്ന അവരെ അതിൽ നിന്നും മോചിപ്പിച്ച തൂമന്റെയും ചീരിയുടെയും പോരാട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ? അതന്നെ കുഴിച്ചു മൂടിയാലും അവരുടെ പോരാട്ട വീര്യം തിരിച്ചു വരിക തന്നെ ചെയ്യും. അളന്നു വരച്ച് ഭൂമിയുടെ അതിർത്തി നിശ്ചയിച്ച നാൾ മുതൽ മനുഷ്യന്റെ മണ്ണിനു വേണ്ടിയുള്ള യുദ്ധം തുടങ്ങി. അന്നു മുതൽ ഭൂമിയിൽ ഉടമകളും അടിമകളും സൃഷ്ടിക്കപ്പെട്ടു. 10-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ വെടിമരുന്ന് കണ്ടുപിടിച്ചതോടെ ഉടമകൾ അടിമകളെ ഉപയോഗിച്ച് അവരുടെ അതിർത്തികൾ വലുതാക്കി. ഉടമകൾ നിയമങ്ങൾ ഉണ്ടാക്കി. അവകാശം പറയാനില്ലാത്ത മനുഷ്യരുടെ മുതുകിൽ ജനിച്ച നാൾ മുതൽ മുദ്ര കുത്തപ്പെട്ടു. പണത്തിനു വേണ്ടി ജീവിതം വിറ്റവരെല്ലാം പേരില്ലാത്ത അടിയാള പ്രേതങ്ങളായി. പക്ഷേ ജീവിതം അടിമച്ചന്തകളിൽ മരിച്ചു തീരാൻ സമ്മതിക്കാതെ കാടിനോടും തോക്കിനോടും പൊരുതി ഒരു കൂട്ടം മനുഷ്യർ അവരുടെ യാത്ര തുടങ്ങി. ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് കാടിന്റെ സത്യം തേടി അവർ നടന്നു. നാടിന്റെ വെളിച്ചം തൊടാത്ത പുതിയ കാലത്തെ തേടി.
തണലിൽ തന്നെ വിലങ്ങിൽ പതറിപ്പോകില്ല. പേടിക്കേണ്ടത് ഇനി ഈ കാട് വലിയ നമ്മളെ പോറ്റുന്നവരാ, ചതിക്കില്ല. ഈ കാണുന്ന മരങ്ങളും പാറക്കെട്ടുകളുമാണ് നമ്മുടെ കോട്ട. നമ്മുടെ കൈക്കരുത്തിലെടുത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടുത്തെ കാറ്റും മണ്ണും നമ്മുടെ കൂടെയുണ്ട്. വർത്താനം പറയണ്ട, ഈ പോതെടുത്ത് തിന്നാനാക്കേ
ശരിയാവും. സൂക്ഷിച്ചേക്കാം. തൂമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ കാടും പിന്നെ 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 നീയുമാണ്. വെടിവെച്ച കേട്ട് ശീലമില്ലെന്ന് കാണാം. അതിനെ സന്തോഷിപ്പിക്കാൻ മാത്രമേ അറിയൂ. നീ ആ മല കണ്ടു? ആ മലയ്ക്കപ്പുറത്തായിരുന്നു ഇവിടെയൊക്കെ ശ്വാസം. ഞാനും ഒന്തനും തായൊക്കെ ജനിച്ചു വന്ന ഞങ്ങളുടെ മുന്നിൽ കാട് താണ്ടി ഇവിടെ എത്തിയപ്പോ ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവുണ്ടാകാനുള്ള മരുന്നൊന്നും ഈശി ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അവർ പരസ്പരം സംസാരിക്കുന്നത് അവരുടെ വെളിച്ചങ്ങൾ കഴിച്ചോണ്ട്. എന്നിട്ട് മിന്നി മിന്നി ഒരു നാൾ അവരുടെ വെളിച്ചങ്ങൾ ഒന്നാവും. അപ്പോൾ അവർ പ്രണയത്തോടെ ഇണച്ചു. പക്ഷേ ശരി ഇണചേർന്ന കുഞ്ഞാമലികളുള്ള ഉടനെ ചത്തു. അയ്യോ! പക്ഷേ ചിരി നമുക്ക് ജീവിക്കാം. നമ്മുടെ ഈ പ്രണയം ഈ കാടിന് പ്രതീക്ഷയാകണം. അതിവിടെയുള്ള ഓരോ ജീവനിലും ജീവിക്കാനുള്ള പ്രത്യാശയാകണം. അതെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, ഒടിയന്മാരെ ഭയക്കാതെ. വല്ല കാട്ടുപുലിയാവും ചിരി ഇവിടെ അതൊക്കെ പതിവല്ലേ? അല്ല തുമ്മ, ഇത് മൃഗങ്ങളുടെ ഒച്ചയൊന്നല്ല, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ഒച്ചയാ. നമ്മുടെ കാടിനെ മൊത്തം അറുത്ത് മാറ്റി അവര് ചെമ്മമല മുഴുവൻ വെട്ടിവെടുപ്പിച്ചു. വെള്ളക്കാർ പോയപ്പോൾ എല്ലാം തീർന്നു വെച്ച് സമാധാനിച്ചതാ. കരുതിയിട്ട് കാര്യമില്ല. അവർ ഈ ചെമ്മമല മുഴുവൻ വെട്ടി വെളുപ്പിക്കും. പിന്നെ അവരുടെ നോട്ടം
ഈ കുറിഞ്ഞുമലയിലേക്കാവും. ഗൗഡയുടെ ആൾക്കാർ വന്ന് നമ്മുടെ മലയുടെ അടിവാരം മൊത്തം വെച്ച് കഴിഞ്ഞു. അവിടെ തൈലത്തോട്ടം പണിയാൻ നോക്കും അവര്. വെള്ളക്കാരൻ പോയപ്പോ വിചാരിച്ചു ഇനി പണ്ട് നമ്മള് സ്വന്തമാണെന്ന്. പക്ഷേ ചന്ദ്രികൻ നമ്മളെ വീണ്ടും ചടലക്കിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എങ്ങോട്ട് ഓടുന്നു? വീണ്ടും അടിമച്ചനെ പിടിച്ചോണ്ട് പോകുമോ അവര്? ഇല്ല, ഇനി ഒരു ഓട്ടമില്ല. എത്ര വെച്ചല്ല ഓടുക. നമ്മുടെ അപ്പൂപ്പന്മാരോടി ഇനി നമ്മൾ ഓടിയ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് തന്നെയായിരിക്കും വിധി. തോക്കെടുക്കുന്ന ജന്മിമാർക്ക് മുന്നിൽ നമ്മളെ കൈകോർത്തോണ്ട് നമ്മൾ പോരാടും. ഈ കാട് ഇതാണ് നമ്മുടെ തായി. സ്വന്തം അമ്മയെ വിട്ടുകൊടുക്കുന്ന മക്കൾക്ക് എന്ത് ജീവനാണുള്ളത്? നമ്മൾ പോരാടും. അവസാനം വരെ പോരാടും. നമ്മൾ പോരാടും. അവസാനം വരെ പോരാടും. ഇപ്പോഴത്തെ കൂലിക്കാർക്ക് ആ മല മുഴുവൻ വെട്ടിവെളുപ്പിക്കാൻ പറ്റുന്നില്ല. തമ്പ്രാൻ വിചാരിച്ച പോലെ ഈ പണി നടക്കില്ല. പണി നടക്കണം. അതെങ്ങനെയാണ്? പണ്ടങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ റൂൾ ചെയ്തപ്പോൾ ഈ ചെമ്പന്മലയാളം വെട്ടിവെളുപ്പിച്ചത്. പറയാ അത് പിന്നെ അവരെ കാട്ടിലുള്ള ആദിവാസികളെ പിടിച്ചോണ്ട് വന്ന് അടിമകളാക്കി വെച്ചാ പണി കഴിച്ച തമ്പ്രാ. അങ്ങനെയാണെങ്കിൽ ആ കാളന്മാരെ വെച്ച് തന്നെ നമ്മളും ഈ പണി നടത്തും. ഓരാണെങ്കിൽ കാട് വെട്ടാനും കൊത്തുണ്ട്, പിന്നെ പാമ്പ് കടിയേക്കാതെ പണി ചെയ്യാനും കൊത്തുണ്ട്. നമ്മളെ ആളുകളെ നീ കണ്ടില്ലേ? എല്ലാം പാമ്പ് കടിയേറ്റും പണി പിടിച്ചും എണിക്കാ കാളന്മാരെ തന്നെ. പക്ഷെ അവരെങ്ങനെ പിടിക്കും തമ്പ്രാ? അവരെ ഉൾക്കാട്ടിൽ ഒളിച്ചിരിക്കില്ലേ? നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവരെ മലയുടെ മുകളിൽ നിന്ന് നമ്മളെ കൊണ്ടു പറയും. ഒടുക്കത്തെ ഉശിരാണ് അവർക്ക്. എങ്ങനെയാടാ പണ്ട് ബ്രിട്ടീഷുകാർ കാളന്മാരെ ഒതുക്കിയത്? അവന്മാരുടെ കയ്യിൽ തീതുപ്പുന്ന ഒരു സാധനം നീ കണ്ടിട്ടില്ലേ? തീതുപ്പുന്ന സാധനം? തീതുപ്പില്ല തമ്പ്രാ. തീതുപ്പി തിരുനിറച്ച തുപ്പാക്കി നീനോട് നോക്ക്. ഇതിന്റെ മുമ്പിളങ്ങാനും മാറങ്ങളും കൊണ്ട് നിന്നാണ് അവന്റെ നെഞ്ചു തുളച്ച് ചോര പിടിച്ച് തെളിച്ചു വരുമ്പോ എന്റെ കോളിനൊടി ഈ തുപ്പാക്കി എങ്ങനെ കിട്ടും തമ്പ്രാ?
അവർക്ക് പകരമായി എന്റെ കയ്യിൽ തന്നതാ 24 ചിറയുള്ള റൈഫിൾ തുപ്പാക്കി. പണ്ടത്തെ റൈഫിൾ തുപ്പാക്കി. നീ അവന്മാരുടെ തായിയായ ചെമ്പണ്ണുകൾ കാടന്മാർ എന്റെ ഇരട്ടക്കുടലിന്റെ മുമ്പിൽ വന്ന് ശരണാഗതരാണ്. അതിനു മുമ്പ് നമുക്ക് അവർ ഊരും പൊടിയും കണ്ടുപിടിക്കണം. മനസ്സിലായ? അവർ ഊരും പൊടിയും കണ്ടുപിടിക്കണം. ശരി തമ്പ്ര, ഇപ്പോഴേ കുട്ടി ഊരും പൊടിയും കണ്ടുപിടിക്കാം. അങ്ങനെ എന്താണത്? ചെമ്പന്നൂരിയുടെ പരിവാരത്തിനുള്ള തീർച്ചയായും കിട്ടിയതാ. അവർ അധിക ദൂരത്തൊന്നും പോയിട്ടില്ല. ഇതൊക്കെ അവിടെ ഉരുള പാക്കങ്ങളാ. നോക്കി എനിക്ക് കാര്യം മനസ്സിലായി. അവന്മാർ ചെമ്പൻമലയുടെ പുറകിലുള്ള കുറുങ്ങിമലയുടെ ഇടുക്കുകളിലാണ് മുളച്ചിരിക്കുന്നത്. അവിടെയുള്ള കുടിലയാണ് അവന്മാരുടെ താമസം. അതെ തമ്പ്ര, അവിടെയല്ലാതെ ഈ കാട്ടിൽ അവർക്ക് വേറെ കഴിയില്ല. നമുക്ക് ഇവിടെ ആളുകൾ കൂടി അങ്ങോട്ട് ചെന്നാലോ? മാറാ, ഞാനൊരു സ്വപ്നം കണ്ടു. ചാമ്പളായി കിടക്കുന്ന ഈ കാട്, ചാരം മൂടിക്കിടക്കുന്ന മുട്ടക്കുന്നത്, വെടിമരുന്നിന്റെ പുകയ്ക്ക് താഴെ കരിഞ്ഞു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ. പണ്ട് ഗോളമ്പന്മാരെ പേടിച്ച് കാടന്മാരെ എല്ലാവരെയും എല്ലാ കാടന്മാരെയും ഞാൻ നിന്റെ അടിമകളാക്കാം. നീ ഇപ്പോൾ തന്നെ ചെല്ലേ. അവന്മാരുടെ കുടിയിൽ തപ്പാട്ടിയിട്ടേ. അതെ, കോടല്ല കുടിലുകളാണ് കത്തേണ്ടത്. സ്വന്തം കുടിലുകൾ കത്തുമ്പോൾ ഇറങ്ങി വരുമ്പോഴേ എന്നിട്ട് പ്രാണനും കൊണ്ട് ചെമ്പന്മാരുടെ അടിവാരത്തേക്ക് തന്നെ വരും. അവിടെ ഉണ്ടാവണം നമ്മുടെ ആൾക്കാർ ആയുധവുമായി. വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടും. ഈ കുടിലുകൾ കത്തി. ശരി തമ്പ്ര, നാളെ നേരം പുലരുമ്പോൾ ആ കുടിലുകളിലെ കുടില് വെള്ളം വെന്ത് വെണ്ണീറാകും. കേട്ടില്ലേ?
കത്തിയതല്ല, കത്തിച്ചതാ. ഈ തീയൊരു സൂചന, കാടിരിക്കാൻ പോണ സൂചന. നീ എന്തായി പറയുന്നത്? ഇതുപോലൊരു തീ മുമ്പ് കത്തിന്റെ ഓർമ്മയില്ലേ? ആളുകൾ നെഞ്ചും കയ്യിൽ ജീവനുമായി അടിമച്ചന്തയിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് ഓടി ഒളിച്ചപ്പോ നമ്മുടെ പിന്നിൽ കത്തിയിരുന്നത് നമ്മുടെ കൂടപ്പുറങ്ങൾ മാത്രമായിരുന്നില്ല, നമ്മുടെ ഊരും കൂടെയായിരുന്നു. തോക്കുകൊണ്ട് ഈ കാട് പോലെ തോട്ടങ്ങളാക്കി കമ്പനി കെട്ടിക്കൊള്ളാൻ വന്നവർക്ക് വെറും മണ്ണ ചവിട്ടിയിട്ട് കള്ള. പക്ഷെ നമുക്ക് നമ്മുടെ പേരുകളാണ് അവരുടെ കഥ. നമ്മൾ ഒരു അടയാളം വരാം. നമ്മൾ വെയിൽ വേണ്ടി ചേർന്ന അവരെ തോട്ടം കൊണ്ടാക്കി എന്നിട്ടിപ്പോ ഇവിടുന്ന് പോകാൻ അടയാളമാ അവർ തന്നത്. ജീവൻ വേണമെങ്കിൽ ഓടി ഒളിച്ചോളാൻ. ഇനി എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടോ? ജീവന് വേണ്ടി കാട് താണ്ടി കൊടുത്തു. ആ മലക്കപ്പുറത്തുള്ള നമ്മുടെ മണ്ണ് അവർ തേർത്തോട്ട് മൂടി ഇത് നമ്മുടെ ഉയരെ കൊണ്ട് പോകുന്നത് വളരെ കേറാവര്. അവർക്കൊക്കെ പണിയെടുക്കാനുള്ള വേറെ പണിയാകുന്നില്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ അടിയൊന്നായി ജീവിക്കണം. നമുക്ക് എവിടുന്ന് പോവാം? നമ്മൾ അടിമകളായാൽ നമ്മുടെ തലമുറയുടെ ജീവിതം ഈ തേയിലത്തോട്ടത്തിൽ നമുക്ക് നൽകിയിട്ട് തീർക്കേണ്ടി വരും. എത്ര നാൾ വെച്ചാ ഓടി ഒളിക്കുക? ഒരു നാൾ നമുക്ക് യുദ്ധം ചെയ്യേ പറ്റൂ. അതെ, ഒരുക്കാനുള്ള സമയമായി നമുക്ക്. ഉടിയോന്റെ മുമ്പിൽ നട്ടൽ വിളിച്ചു നിൽക്കുന്നേ അടിയാളം പ്രജകളല്ല നമ്മൾ. കാടിന്റെ സത്യം പറഞ്ഞു, മണ്ണിന്റെ മെരുക്കി, ഇരുട്ടിന്റെ ആഴം പറഞ്ഞ് അടിയാളപ്പെടാം.
ഇനി നമ്മളെ അധികാരികൾ വേർതിരിച്ച അതിർത്തികൾക്കപ്പുറത്തെ കോളനി ചതുരങ്ങളിൽ തളച്ചിടാൻ നമ്മൾ അനുവദിക്കില്ല. ഈ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മളത്. നമ്മുടെ വിയർപ്പും ചോരയും ഉഴുതുമറിച്ച ഈ മണ്ണ് ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇനി ആരുടെയും കഴിവിനായി